സർട്ടിഫിക്കേഷൻ പവർ മാത്രമുള്ളൊരു സാധനമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. മെമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഉണ്ടല്ലോ, ഈ സബ്സ്റ്റാൻഡേർഡ് നിലവാരം കെട്ട ഈ മനുഷ്യരെ നോക്കി വെച്ചോണ്ട് സിനിമ ഒന്ന് കാണുന്നുണ്ട് 2000 രൂപ കുറവാണെന്ന്. 2000 രൂപ കുറവ് വെച്ചിട്ട് കപ്പലണ്ടിയാണ് കിട്ടുന്നത്. ആ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് മലയാള സിനിമയെ ഒറ്റ കൊടുക്കുന്നത് ഈ മനുഷ്യർ. BJP സർക്കാരാണ് ഈ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഈ സാധനങ്ങളെന്ന് പറയുന്നത് വെറും സബ്സ്റ്റാൻഡേർഡ് മനുഷ്യരാണ്. ആദ്യം ഇവന്മാരുടെ അടുത്ത് ചോദിക്കണം, സാർ ഈ പേര് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ? നമ്മൾ ആക്ച്വലി ഒരു 1200 വർഷം മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു 4th ഡയമെൻഷനൊക്കെ ചാത്തന്മാരും നമ്മളെ സഹായിക്കാറുണ്ട്. നമ്മൾ അടുത്ത ഡയമെൻഷനിൽ ചെന്നിരിക്കുന്നു. 16 വയസ്സുള്ള എൻ്റെ അച്ഛനുമായിട്ട് ഞാനിരുന്ന് സംസാരിക്കും. തലച്ചോറിന്റെ വിഷയമായിരിക്കും. എനിക്ക് എന്താ മാനസിക പ്രശ്നങ്ങൾ ഒരു തരണം. ഞങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്. നല്ല സാധനമാണെങ്കിൽ പൈസ കൊടുത്തൊന്ന് കണ്ടോളൂ. സാവമാന അതിനകത്ത് എടുത്തോണ്ട് വന്നതിന്റെ ഇതെനിക്ക് മനസ്സിലായില്ല. അല്ല, ഓഡീഷനിൽ അപ്പൊ ഇവന്മാരുടെ ആരുടെങ്കിലും ബന്ധുവോ കസിനോ ഒക്കെ ആയിരിക്കും. അത് ബിഗ് ബോസിന്റെ തലയിലേ കൊടുക്കും. ചൂസ് ചെയ്യാൻ ഇരുന്ന ടീമിന് ബോധമില്ല എന്നുള്ളത്, അവർക്ക് ജഡ്ജ്മെന്റിൽ എറർ ഉണ്ടായെന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ആരാണെന്നുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. വൈ? ഇവിടുത്തെ മുഴുവൻ ക്രിയേറ്റീവ് മനുഷ്യരും അവരോട് ചോദിക്കണം നിങ്ങൾ ആരാണെന്ന്. എന്നിട്ട് ഈ മേലാൽ ഈ ഇൻഡസ്ട്രിക്ക് അത് അടുപ്പിക്കരുത്. പറഞ്ഞതിന് മുഴുവൻ സാബ് മാത്രമാണ് ഉത്തരവാദി. നമ്മള് 3rd ഡയമെൻഷനിലാണല്ലോ ജീവിക്കുന്നത്. ഈ 9th ഡയമെൻഷൻസ് വേറെ ഇതിനകത്തുണ്ട്. പക്ഷെ 9th നമുക്ക് എത്താനുള്ളത് ഇല്ല. പക്ഷെ നമ്മളൊരു 4th ഡയമെൻഷനൊക്കെ ചാത്തന്മാരും നമ്മളെ സഹായിക്കാറുണ്ട്. ജസ്റ്റ് അറിവിന് വേണ്ടി പറഞ്ഞ തമാശ. ഇന്റർവ്യൂ എടുത്തവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇന്നേവരെ? ഇല്ല, അത് പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ, നമ്മൾ ആക്ച്വലി ഒരു 1200 വർഷം മുമ്പ് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സെറ്റപ്പ് അല്ലേ, വേറെ ഇതാണ്. നമ്മളൊരു 3200 വർഷം അപ്പുറവും ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് 5th ഡയമെൻഷനിൽ. മനസ്സിലായ? കാരണം നമ്മൾ ഇവിടെ എക്സിസ്റ്റഡാണ്, നമ്മളിവിടെ തന്നെ ഉണ്ട്. അതായത് സമയവും കാലവും 3rd ഡയമെൻഷനിലേ ഉള്ളൂ. മറ്റിടത്ത് ഈ സാധനം മൂവ് ചെയ്യത്തില്ല. മനസ്സിലായി? ഡയമെൻഷൻസിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കുകയാണ്. കാര്യം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മളിവിടെ വിട്ട് എവിടെയും പോവില്ല. പുനർജന്മൊന്നുമല്ല. നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നില്ലേ, നമ്മളൊരു 1200 വർഷം മുമ്പ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കാട്ടിനകത്തായിരിക്കും. ചിലപ്പോൾ 7000 വർഷം മുമ്പ് ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ 1 മില്യൺ വർഷം മുമ്പ് ഇരുന്ന് സംസാരിക്കുന്നത്. വി ജസ്റ്റ് എക്സിസ്റ്റ്. മരിക്കത്തില്ലേ? നമ്മൾ ബിംബങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? ഡയമെൻഷനകത്ത് ബിംബങ്ങൾ മാത്രമാണ് നമ്മൾ. ടൈം സ്റ്റാൻഡ് സ്റ്റിൽ. മനസ്സിലായോ? ഇത് എങ്ങനെയാ പഠിച്ചത് അപ്പൊ? അല്ല, നിങ്ങൾ ഡയമെൻഷൻസിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഇങ്ങനെയാണല്ലേ? അതായത് ഇയേഴ്സ് മുമ്പും ഈ സെയിം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സെയിം സാധനം ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 3200 വർഷം മുമ്പ് നമ്മൾ ഈ സംസാരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കും. അതായത് ആ ഡയമെൻഷനിൽ ഇപ്പൊ 3000 വർഷം മുമ്പ്, 3000 വർഷം അപ്പുറം ഉണ്ട്. 1 മില്യൺ വർഷം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് ആൻ ആക്ഷൻ. അതുകൊണ്ടാണ് എനിക്ക് ഇവര് പറയുന്ന ഒന്നും ഒരു മാറ്റർ ആയിട്ട് വരാത്തത്. അപ്പൊ ഇത് ഇനി റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ ടൈം ട്രാവൽ ഒക്കെ പോസിബിൾ ആണ്? അതാണ് ടൈം ട്രാവൽ. അവര് ജസ്റ്റ് സിമ്പിൾ സാധനമാണ്. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. ശരിക്കും ഡയമെൻഷണൽ ഷിഫ്റ്റ് നടക്കും. യെസ്. ഓക്കേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, മറ്റേ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ തൊട്ടപ്പുറത്ത് പോയാൽ മതി. നമ്മളെ ചൈനയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പരിപാടി എന്തൊക്കെയൊന്നുമല്ലോ അറിയാമോ? നമ്മുടെ സ്പീഡ് മാക് 24 ഒക്കെ എത്തി. മാക് 24 നിന്ന് ഇച്ചിരി കൂടെ ഉള്ളൂ അപ്പുറത്തോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പൊ ഈ ടൈം ട്രാവൽ ഒക്കെ സബ്ജക്റ്റ് പറഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിൽ പോസിബിൾ ആകുന്നതാണ്. 20 വർഷം ഒന്നും ആവശ്യമില്ല. കാരണം AI വന്നല്ലോ. അതുങ്ങൾ ഇപ്പൊ കാൽക്കുലേഷൻ കൊടുക്കും. മനസ്സിലായി. അയ്യോ ഒന്നും പറയണ്ട, നമ്മളിവിടെ ഉണ്ട്, നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല.
അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ആയിട്ടും ഈ ഡെത്ത് എന്ന് പറഞ്ഞൊരു സംഭവം അതപ്പോ എങ്ങനെയാ? ഡെത്ത് ഓൾറെഡി ഇപ്പം ഇപ്രാവശ്യം പിന്നെ മറ്റേ ചൈനയിൽ കോൺഫറൻസ് നടന്ന സമയത്ത് വ്ളാദിമിർ പുച്ചിനും ജിൻപിങ്ങും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ 65 ഈസ് എ യങ്ങസ്റ്റ് ഏജ്, ലുക്കിംഗ് ഫോർ 150 years. കാര്യം അത്രയും ടെക്നോളജി ഡെവലപ്പ് ആയെന്ന്. ഇത് മരിച്ചൊന്നും പോവില്ലേ, മരിക്കാൻ സമ്മതിക്കില്ല. പൈസ ഉള്ളവർക്കൊന്നുമല്ല. ചൈന എന്താ ചെയ്യുന്നത്? ചൈന ഇവിടെ പൈസ ഉള്ളവർക്ക് കൊടുക്കുന്നത്? എല്ലാവർക്കും അല്ലേ കൊടുക്കുന്നത്. റഷ്യ പുതിയ സാധനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. RNA വെച്ചിട്ട് പിന്നെ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യാൻസറിന് ആക്ച്വലി മരുന്നില്ല, ക്യാൻസറിന് ചികിത്സയേ ഉള്ളൂ. പുതിയ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ DNA കൊടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കസ്റ്റം മെയ്ഡ് പിന്നെ മെഡിസിൻ അത് പർട്ടിക്കുലർലി പോയി ഹണ്ട് ചെയ്ത് ആ സെൽസിനെ മാത്രം കൊല്ലുന്ന സാധനത്തിനെ അവന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഓൺലി ഫോർ റഷ്യൻസ് ഹ്യൂമൻ ട്രയൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വർഷങ്ങൾ മതി മൊത്തത്തിൽ അഡ്വാൻസ്ഡ് ആവാനായിട്ട്. ഓൾറെഡി നമ്മുടെ കേരളത്തിലെ പിന്നെ മരണനിരക്കിന്റെ ഏജ് എത്ര? 70ക്ക് എബോവ് പോയി. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 50-52 വയസ്സിൽ മരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ 79, 80, 82. നിങ്ങൾക്കറിയാവുന്ന എത്ര പേര് ആക്സിഡന്റ് ഒന്നും അല്ലാതെ പ്രായമായി മരിക്കുന്നവരുടെ ഏജ് എത്ര? പ്രായമായി മരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അല്ലാത്ത മരണമാണ് ഇപ്പൊ കാണാറ്. പ്രായമായി മരിക്കുന്നവർ എത്ര അവരുടെ ഒരു ഏജ് റേഞ്ച്? ഒരു 80 മുകളിലാണ്. അതായത് എബോ 78 പോയി കഴിഞ്ഞു നമ്മള്. അത് ജപ്പാനൊക്കെ അച്ചീവ് ചെയ്ത സാധനമാണ്. അമേരിക്കയൊക്കെ താഴെ. അമേരിക്ക 68. കാര്യം പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല മെഡിക്കൽ കെയർ. പക്ഷെ ഈ പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്സ്, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്ന് മരിക്കുന്നവരുടെ ഏജ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ പണ്ട് വേറെ പലതും വന്നായിരുന്നു ചത്തോണ്ടിരുന്നത്. ഈ വെറുതെ പറയുന്നത് പണ്ടത്തേക്കും ആരോഗ്യമാണ്. ആകെക്കൂടെ മൊത്തം ജനസംഖ്യയുടെ 1% ഒക്കെയാണ് സർവൈവ് ചെയ്ത് വെളിയിൽ പോണത്. ഒരു മസൂരി വരുന്നു, ഒരു പഞ്ചായത്ത് മുഴുവൻ അങ്ങ് മരിക്കുന്നു. ഒരു ക്ഷയരോഗം വരുന്നു, ഒരു ജില്ല മുഴുവൻ മരിക്കുന്നു. അതൊന്നും ഇപ്പൊ ഇല്ലേ. കണ്ടേജിയസ് സാധനം ഒന്നും ഇപ്പൊ ഇല്ലേ. ഇപ്പൊ ഉള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ വാൾവ് ബ്ലോക്ക് അത് ഇതൊക്കെയാണ്. അത് ആ ലൈഫ് സ്റ്റൈല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. അതിനല്ല മര്യാദക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര വർഷം ജീവിക്കും എന്നുള്ള അതാണ്. അതായത് നമ്മൾ ബെറ്റർ ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അല്ലേ. എൻ്റെ അച്ഛൻ 84 വയസ്സായി. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോവും. അപ്പൊ ആശുപത്രിയിൽ നിന്ന് അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. ശരി. 84 വയസ്സുള്ള എത്ര പെർസെൻറ്റേജ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു ഒരു 40 വർഷം മുമ്പ് കേരളത്തില്? എങ്ങനെ ഇത് ഹാപ്പൻഡ് ആകുന്നു? ടെക്നോളജി. മനസ്സിലായോ? ബെറ്റർ ഹെൽത്ത് കെയർ. അടുത്ത സാധനം എന്ന് പറയുന്നത് ഡയമെൻഷൻ മാറ്റുകയാണ്. മനസ്സിലായോ? നമ്മൾ അടുത്ത ഡയമെൻഷനിൽ ചെന്നിരിക്കുന്നു. 16 വയസ്സുള്ള എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കും. പറയുമ്പോ ശരിക്കും യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് വി ആർ വെരി ക്ലോസ് ടു ഇറ്റ്. അയ്യോ, അങ്ങനെ ആകുമ്പോ ആർക്കും ആരെയും നഷ്ടപ്പെടത്തില്ലല്ലോ, നമുക്ക് പോയി സംസാരിച്ചിട്ട് വരാലോ. പക്ഷെ ബോറടിക്കും നഷ്ടപ്പെട്ടില്ല. അത് ശരി, അത് ശരി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. സാബുചേട്ടൻ അങ്ങനെ ഒരു സംഭവം കിട്ടുകയാണെങ്കിലേ എങ്ങോട്ട് പോവാനായിരിക്കും ഒരു ആഗ്രഹം? ആരെങ്കിലും മീറ്റ് ചെയ്യാനോ ഫാമിലിയിലുള്ളവരാണോ? എന്തായിരിക്കും ആഗ്രഹം? എവിടെ പോവാനാ? ഒന്നും വേണ്ടെന്നേ, ഇത് കണ്ട് വാവളന്ന് നിൽക്കാന്നുള്ളേ ഉള്ളൂ. നമ്മൾ എവിടെ എത്തി എന്നുള്ളതിന് സന്തോഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആരെയും കാണുമൊന്നും വേണ്ട. എന്നാൽ ഇത്രയും ചിന്തിക്കുന്ന ആൾക്ക് അതിനും ഒരു ഉത്തരം കാണുമായിരിക്കും. പക്ഷെ ഉത്തരവൊന്നും ഇല്ലെന്ന്. നമ്മൾ പുതിയ പുതിയ ആളുകളെ കാണാവുന്നേ. പഴയവരൊക്കെ പോട്ടെ, പുതിയതായിട്ട് വിളിച്ചോണ്ട് വരണ്ട, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ കാര്യം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഈ സാബുമാനെ കുറിച്ചിട്ട് വരുന്നൊരു ട്രോൾ ഉണ്ടായിരുന്നു. വാട്ട് ഐ ഓർഡേർഡ് എന്നിട്ട് സാബുമോന് പാവം പയ്യൻ. ആ പയ്യന് ഇതിലേറ്റവും വലിയ ദ്രോഹം ആ പയ്യനെ എടുത്തവന്മാരടുത്ത് അവന്മാരെ ഞാൻ തെറി വിളിക്കുള്ളൂ. അങ്ങനെ ഒരാൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല അത്. അത് ആ ചൂസ് ചെയ്തവന്മാരെ ഞാൻ തെറി വിളിക്കുള്ളൂ. ഭയങ്കര മര്യാദയോടാണ്. അവർക്ക് അപ്പം ചൂസ് ചെയ്യാൻ ഇരുന്ന ടീമിന് ബോധമില്ല എന്നുള്ളതാണ്. അവർക്ക് ജഡ്ജ്മെന്റിൽ എറർ ഉണ്ടായെന്നുള്ളതാണ്.
അത് ബിഗ് ബോസിന്റെ തലയിലേ കൊടുക്കുള്ളൂ. കൊടുക്കുള്ളൂ. Yes, ശരിക്കും ഈ പറഞ്ഞ ഓഡിയൻസ് തന്നെ ഈ അല്ലെങ്കിൽ ഇവന്മാരുടെ വല്ല ബന്ധുക്കളെയൊക്കെ ബന്ധുവായിരിക്കും അവൻ. അല്ലാതെ സാവമാനെ അതിനകത്ത് എടുത്തോണ്ട് വന്നതിന്റെ ഇതെനിക്ക് മനസ്സിലായില്ല. ആ ഓഡീഷൻസിലൊന്നും ഇതാവാനുള്ള അല്ല ഓഡിഷനിൽ അപ്പൊ ഇവന്മാരുടെ ആരെങ്കിലും ബന്ധുവോ കസിനോ ഒക്കെ ആയിരിക്കും. അല്ല സ്ട്രൈറ്റ് ആണെങ്കിൽ ഓഡീഷൻസിലൊന്നും ഇതാവാനുള്ള ചാൻസ് ഇല്ല അല്ലേ? എനിക്ക് തോന്നിയില്ല. അവന്മാരുടെ എന്തെങ്കിലും കസിനോ ഫ്രണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ വോട്ട് എവിടുന്നാ ചേട്ടാ കിട്ടുന്നത്? എല്ലാരും ഇങ്ങനെ കമന്റ് അത് തന്നെ അവനൊന്നിലും ഇല്ല. അപ്പം വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. ഈ വീക്കസ്റ്റ് കണ്ടസ്റ്റന്റിനെ മാക്സിമം പുഷ് ചെയ്യുക, സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെളിയിലാക്കുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പം കാരണം ഫൈനലിൽ ഇത് സർവൈവ് ചെയ്യില്ലെന്നറിയാം. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെതിരെ ഏറ്റവും വീക്കറായിട്ടുള്ള ആളുകളെ മാത്രം കൊണ്ടുവച്ചു കൊടുത്താൽ അവരുടെ കണ്ടസ്റ്റന്റ് ഈസി വാക്ക് ഓവർ നടക്കും എന്നുള്ളൂ. മനസ്സിലായി. അപ്പൊ അതൊക്കെ ആ പയ്യനെ കൊണ്ടുവന്ന് ഇട്ട് മെന്റൽ ടോർച്ചർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇനിയിപ്പം ഇറങ്ങിക്കഴിഞ്ഞാലും ആൾക്ക് ഇത് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആ പയ്യൻ എന്ത് ചെയ്യാനാ പാവം, വെരി പാവം കൈ, വെരി പാവം കൈ. അങ്ങനെയുള്ളവരെ എടുക്കരുത്. എന്തിനാ എടുക്കുന്നത്? മെന്റൽ ടോർച്ചർ കൊടുക്കാൻ. ആ പയ്യൻ എന്തുമാത്രം ട്രോമ ഉണ്ടാവും അറിയുമോ വെളി ഇറങ്ങുമ്പോൾ. പിന്നെ ഇത് തമാശയുള്ള സാധനമൊന്നുമല്ല, ചെയ്യരുത്. ചെയ്യരുത്. ഇപ്പൊ സാബുചേട്ടന്റെ മറ്റു വേറെ വിശേഷം ചോദിക്കുകയാണെങ്കിൽ മൂവിയുടെ ഒരു കാര്യം ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, ഡിറക്ഷനിലോട്ടുള്ള കാര്യമൊക്കെ. അതപ്പോ സത്യത്തിൽ എന്തായി? ഞാനത് പിന്നെ ആക്ച്വലി ലിജോ പറഞ്ഞൊരു പ്രോജക്റ്റാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ എഴുതിയിട്ട് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല. ആൻഡ് ഹീ ഗേവ് മീ, പുള്ളി എനിക്ക് വേറെ കുറച്ച് റൈറ്റേഴ്സിന് തന്നു. അപ്പം അതിൻ്റെ ഇത് വേണ്ട 1 വർഷത്തിൽ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്തു. ഞാനും പിന്നെ എൻ്റെ പ്രൊഡ്യൂസറും ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സാബുചേട്ടാ, അപ്പം എഴുതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. കാരണം ഇപ്പം ഒരു പേര് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം. സെൻസർ ബോർഡ് അത്ര മറ്റേ ലെൻസ് കൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി അതിനകത്തോടെ കൊണ്ടുവരണം. ആദ്യം ഇവന്മാരുടെ അടുത്ത് ചോദിക്കണം, സാർ ഈ പേര് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ? അല്ലെങ്കിൽ ഗവൺമെന്റ് അലോട്ട് ചെയ്യുക പേരുകൾ. അവർ പറയുന്നത് ഇന്ന പേര് ഇന്ന ആളുകൾ ഇടുക എന്ന് പറയണം. അല്ലാതെ വേറെ ഇതിനകത്ത് എനിക്കൊരു സൊല്യൂഷൻ തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങൾക്കകത്തല്ലേ അങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ഇതും കൂടെ അങ്ങ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായി? അല്ലെ, ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിനും കൃത്യമായ ഒരു നിലപാടുള്ള ആളാണല്ലോ സാബുചേട്ടൻ. നിലപാടിന്റെ സാധനമൊന്നുമില്ല ഇതിനകത്ത്. വളരെ ക്ലാരിറ്റിയോടെ സുപ്രീം കോടതിയുടെ വിധി കിടപ്പുണ്ട്. അവർക്ക് സെൻസർ ചെയ്യാൻ പറയാനുള്ള അധികാരമില്ല, അവർക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരമാണോ ഉള്ളത്. അതായത് അഡൽട്സ് മൂവിയാണോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ പവർ മാത്രമുള്ളൊരു സാധനമാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വന്നിരിക്കുന്ന ആളുകൾ വിചാരിക്കും, അപ്പോൾ ചോദിക്കും, പക്ഷേ ഈ സിനിമകളെല്ലാം ഇങ്ങനെ ഇവർ പറയുന്നത് വെച്ച് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയൊക്കെ സിനിമ ഉണ്ടാക്കിയിട്ട് റിലീസ് ഡേറ്റ് സെറ്റ് ഇട്ട് ഏറ്റവും ലാസ്റ്റാണ് ഇത് കൊണ്ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവർ മാറ്റാൻ പറയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കോപ്പ് അതെടുത്ത് കളഞ്ഞിട്ട് ബീപ്പ് അടിച്ചിട്ട് പടം ഇറക്കടാ എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോവുക. പക്ഷേ ടേക്സ് ടൈം. നമുക്ക് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്താൽ നമുക്ക് അനുകൂലമായി വിധി കിട്ടും. അങ്ങനെ ചെയ്യുന്ന പടമുണ്ട്. ഇപ്പോൾ ഐ പേഴ്സണലി നോ വെട്രിമാറിൻ്റെ ഒരു മൂവിയുണ്ട്. കട്ട് ചെയ്യാൻ പറഞ്ഞു, കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. സർട്ടിഫൈ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇപ്പോൾ വിധി വരും. കാരണം സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്നങ്ങളൊന്നും സിനിമ എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്ത കക്ഷികളാണ്. ഇത് ഇപ്പം പിന്നെ ഞാൻ പൊളിറ്റിക്സ് തന്നെ വളരെ ഓപ്പൺലി കാര്യം പറയാം. ഈ BJP സർക്കാരാണ് ഈ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത്. വെറും ചെയ്യുന്ന കക്ഷികൾ സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വല്ല സീരിയലിലോ പിന്നെ അവിടെ ഇവിടെയൊക്കെ പിന്നെ അഭിനയിച്ചിട്ടുള്ള കക്ഷികളാണ് ഈ സെൻസർ ബോർഡിൽ പോയി മെമ്പറായിട്ടുള്ളത്. കാരണം അവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സിനിമയിൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ചെയ്തിട്ടുള്ള കക്ഷികളെയോ ഒന്നുമല്ല. മുമ്പുള്ള സർക്കാരുകളൊന്നും അങ്ങനല്ല ചെയ്തിരുന്നത്. എല്ലാ മനുഷ്യരെയും എല്ലാ തരത്തിലുള്ള ആളുകളെ എടുത്തിട്ട് ഇത് നമുക്ക് രാജ്യത്തിന് കുഴപ്പമായിട്ട് വരുന്ന വല്ല സാധനം ഉണ്ടെന്നൊക്കെ നോക്കേണ്ട കാര്യം മാത്രമേ ഇവർക്കുള്ളൂ.
മനസ്സിലായി, ഇതൊരു ആന്റി നാഷണൽ സാധനമാണെന്ന് നോക്കിയാൽ മതി. മതി. അല്ല സീതയെന്ന് പേരിടരുത്. എന്താണെന്നറിയുമോ, ഈ വന്നിരിക്കുന്ന ഈ സാധനങ്ങളെന്ന് പറയുന്നത് വെറും സബ്സ്റ്റാൻഡേർഡ് മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഒരു സ്ഥാനം BJP ഗവൺമെൻറ്റൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ഒരു സെൻസർ ബോർഡിന് മെമ്പറെ? ഇല്ല, അറിയില്ല. നിങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ആരാണെന്നുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇല്ല. വൈ? ഇവിടുത്തെ ഓഡിയൻസിന് അറിയാമോ വൈ? അപ്പം ഇവിടുത്തെ ഓഡിയൻസിനോട് ഞാൻ പറയാണ്, നിങ്ങൾ പോയി ചോദിക്കണം, നീ ആടാ എൻ്റെ അടുത്ത് ഇന്നത് കാണണം, എൻ്റെ അടുത്ത് ഇന്നത് ചെയ്യണമെന്ന്. ഇവിടുത്തെ മുഴുവൻ ക്രിയേറ്റീവ് മനുഷ്യരും അവരോട് ചോദിക്കണം നിങ്ങൾ ആരാണെന്ന്. എന്നിട്ട് ഈ തെറ്റുകളെ മേലാൽ ഈ പഞ്ചായത്തിനകത്ത് ഈ ഇൻഡസ്ട്രിക്ക് അത് അടുപ്പിക്കരുത്. കാര്യം യാതൊരു പിന്നെ കടപ്പാടും ഇവർക്ക് ഈ ഒരു ആർട്ട് വർക്കിനോടില്ല. സിനിമ ഈസ് ആൻ ആർട്ട്. ആ ആർട്ടിനെ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ മനുഷ്യർ വരെയാണ്. ഇവർ ഈ സാധനങ്ങൾ അച്ചീവ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങളൊക്കെ പിന്നെ മീഡിയയിലുള്ളവരല്ലേ, നിങ്ങൾ പോയി ഇവർക്ക് ഈ സാധനം കിട്ടി എന്താണെന്ന് നിങ്ങളൊരു ഒരു 15 എപ്പിസോഡ് ചെയ്യും. ആരാണ് സെൻസർ ബോർഡ് മെമ്പറെന്ന് നോക്കിയിട്ട് ആ സെൻസർ ബോർഡിൻ്റെ മെമ്പർ എങ്ങനെ മെമ്പറായെന്നും ഇയാൾ ആരാണെന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഓരോ എപ്പിസോഡ് വെച്ച് പബ്ലിഷ് ചെയ്യും. ജനം അറിയട്ടെ ഇവരാരാണെന്ന്. സിനിമയ്ക്കകത്ത് വന്ന് ക്രിയേറ്റീവ് പരിപാടിക്കകത്ത് വന്ന് ഇടപെടാൻ ഇവരാരാ? വെറും നിലവാരമില്ലാത്ത കുറേ മനുഷ്യർ. ഇതെൻ്റെ ശവപ്പെട്ടിക്കകത്തുള്ള ആണിയാണെന്നുള്ളത് എനിക്കറിയാം. കാര്യം നാളെ ഞാനൊരു വർക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ ഇത് പറയാനുള്ളത്? ഞാൻ സിനിമ എടുക്കുന്നതിന് മുമ്പേ എൻ്റെ പ്രൊഡ്യൂസറോട് പറയും എനിക്ക് ഈ പണി വരും, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു നിലവാരമില്ലാത്ത മനുഷ്യരാണ് ഇവർക്ക്. സിനിമ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഷോ കാണിക്കണം, അടുത്ത സ്ഥാനം. പിന്നെ കാരണം അവരെ ഈ പറയുന്ന പോലെ BJP ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അത് കേരള സമൂഹം എടുക്കുന്ന സാധനം. മലയാള സിനിമ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയാവുന്നവരാണെന്ന്. ലോകത്തെ മാസ്റ്റേഴ്സ് പിന്നെ ഡയറക്ടർ മാസ്റ്റേഴ്സിന് അറിയാവുന്നതാണ് ഈ ഭൂമിയുടെ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിലുള്ള ഒരു കുത്തിൻ്റെ അത്രയും മാത്രമുള്ള കേരളം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ലോക സിനിമയിൽ മുഴുവൻ അറിയാവുന്നേ. നമ്മുടെ അടുത്താണ് പിന്നെ ഈ സബ്സ്റ്റാൻഡേർഡ് നിലവാരം കെട്ട ഇവന്മാർ വന്നിട്ട് നമ്മളെ സെൻസർ ചെയ്യണമെന്ന് പറയുന്നത്. അത് ശരി? നോ യൂസ് അല്ലേ? പിന്നെ കമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് നമുക്ക് ഒരുപാട് ടെൻഷനുണ്ട്. കാര്യം നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി പടം എടുത്തിട്ട് കൊണ്ട് സെൻസറിന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഡിലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മനുഷ്യർ ചെയ്തു കൊടുക്കുന്നത് തീർക്കാൻ ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ പോയി നീ കോപ്പ് കട്ട് ചെയ്തോളാ നമുക്ക് പടം ഇറക്കാം എന്ന് പറയും. പക്ഷേ മൊത്തം സിനിമ ഇൻഡസ്ട്രി ഈ മെമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഉണ്ടല്ലോ, ഈ സബ്സ്റ്റാൻഡേർഡ് നിലവാരം കെട്ട ഈ മനുഷ്യരെ നോക്കി വെച്ചോണം. മലയാള സിനിമയുടെ പരിസരത്ത് അടുപ്പിക്കരുത്. ഗൂഗിൾ ചെയ്തോ കിട്ടുമല്ലോ അവരുടെ പേര്. ഗൂഗിൾ ചെയ്യുന്നില്ല. നമ്മള് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാലോ സെൻസർ ബോർഡ് ഇവന്മാരുടെ എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ? ഒരു സിനിമ ഒന്ന് കാണുന്നുണ്ട് 2000 രൂപ കുറവാണെന്ന്. 2000 രൂപ കുറവ് ഇച്ചിരി കപ്പലിൻ്റെയാണ് കിട്ടുന്നത്. ഇതിരുന്ന് കാണുന്ന മൊത്തം പൈസയല്ല, ഇവർക്ക് രാഷ്ട്രീയമായിട്ട് വളരാൻ വേണ്ടിയിട്ടാണെന്ന്. 2000 രൂപയ്ക്ക് താഴെയാണ് പെർ സ്ക്രീനിങ്. അത് എല്ലാവരും ഒന്നും ഒരുമിച്ചല്ല വരുന്നത്. അതിനകത്ത് 4, 5, 6 പേരാണ് വരുന്നത്. ആ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് മലയാള സിനിമയെ ഒറ്റ കൊടുക്കുന്നത് ഈ മനുഷ്യർ. 1400 രൂപയ്ക്ക് ഇച്ചിരി കപ്പലിൻ്റെക്കും വേണ്ടി. അവനവൻ ആലോചിക്കണം. ഒന്നുമില്ല, ഈ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻഡസ്ട്രി കണക്ട് അല്ലേ, പരാജയപ്പെട്ട മനുഷ്യരായിരിക്കും. അല്ലാതെ ഒരിക്കലും സിനിമയ്ക്കെതിരെ പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഒരിക്കലും ചെയ്യില്ല. ജീവിതത്തിലെ അമ്പേ പരാജയപ്പെട്ട മനുഷ്യരായിരിക്കും. യു സ്റ്റാർട്ട് എ സീരീസ്. നിങ്ങൾ ഈ ഓരോ മനുഷ്യരാരാണെന്ന് കേരള സമൂഹത്തിന് കാണിച്ചോട്. മലയാള സിനിമയെ സെൻസർ ചെയ്യാനിരിക്കുന്നവൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന്, നിലവാരം എന്താണെന്നും ആരൊക്കെയാണെന്നും കാണിച്ചു കൊടുക്കുക. യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. നിങ്ങൾക്ക് മാത്രമല്ല, ഇത് കാണുന്ന ഈ മീഡിയയിലുള്ള ആർക്കും ചെയ്യാം ഇവരാരാണ് എന്നുള്ളത് ഓപ്പൺ ചെയ്തോട്. കാര്യം മലയാള സിനിമ എന്ന് പറയുന്നത് ലോക സിനിമയ്ക്കകത്ത്
ചെന്ന് നിൽക്കുന്ന നിലവാരമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് നിന്നും തുടങ്ങിയൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. നമ്മളുടെ മാസ്റ്റേഴ്സിനെ, വേൾഡ് മാസ്റ്റേഴ്സിനെ അറിയാം. ഇന്ത്യൻ സിനിമ, മലയാളം സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ നിലവാരം വേറെയാണ്. അതിനെ ഇത്യാദി സാധനങ്ങളൊന്നും തുലച്ചു കളയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇൻഡസ്ട്രി? നമ്മളെ ആരാണ് കൺട്രോൾ ചെയ്യുന്നുള്ള ആൾക്ക് കാണിച്ചു കൊടു, എന്നിട്ട് അവരുടെ നിലവാരം വെച്ചുള്ള അളക്കട്ടെ നമ്മളെ. ഓഡിയൻസിന് റിയാക്ട് ചെയ്ത് തുടങ്ങണം. അതെ, എന്നാലേ ശരിയാകൂ. ഞാൻ ഇപ്പം സബുചേട്ടനായാലും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഓർക്കുന്നത്, ഈ ഒരു ഫയർ ഉണ്ടല്ലോ, ഇത് ഇപ്പോഴാണെങ്കിലും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മറ്റേ സൂര്യ ടി വിയിലെ കുറിച്ചിട്ട് ഒരാൾ ഒരു കമന്റ് പറഞ്ഞപ്പോഴത്തേക്ക്, നിങ്ങൾ പൈസ കൊടുത്തിട്ടാണോ കിട്ടുന്നത്, ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്, വേണേ കണ്ടാ മതി. അതെ, അപ്പൊ ഞാൻ അതേ ആള് തന്നെയാണല്ലോ ഇപ്പോഴും ഇരിക്കുന്നത്. അല്ല, അങ്ങനെ എന്താന്നറിയുമ്പോ നമ്മളൊരു വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു ക്രിയേറ്റീവ് സ്പേസ് ആണെന്നേ, മനസ്സിലായി. നാളെ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കമ്മിറ്റി പറയാണ്, ഹലോ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, അതിനപ്പുറം ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കരുതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണ്? ആസ് എൻ ഇന്റർവ്യൂയോ? അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ പറയുമ്പോൾ കുറച്ച് അഗ്രസീവായിട്ട് പറയും, കാരണം എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യർ ഇതിനെക്കുറിച്ച് പറയാതിരിക്കും. അന്ന് അത് പറഞ്ഞ സമയത്ത് എത്ര വയസ്സുണ്ടാവും? ഒരു 10-25 വയസ്സല്ലേ? 25 ഇല്ല. അതെ, 22. ആ സമയത്തൊക്കെ എങ്ങനെ മറ്റേ ഓൺ ദ സ്പോട്ടിൽ ഇട്ടിട്ട് ഇത് എങ്ങനെയാ ചേട്ടാ ഈ തുമ്പത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ? തലച്ചോറിന്റെ വിഷയം, മാനസിക പ്രശ്നങ്ങൾ ഒരു തരാണ്. എന്തെങ്കിലും വരുമ്പോഴേ ചാത്തന്മാര് പണി തുടങ്ങും. വേണേ പോയി കണ്ടാ മതി എന്നൊക്കെ. മാസമൊന്നുമല്ല, ഫാക്ട് അല്ലേ? ഫാക്ട് ആണ്, റിയാലിറ്റി. അതിനെ മാസം എന്നൊന്നും പറയരുത്, അതിന്റെ ഒരു റിയാലിറ്റി എന്നാണ്. അല്ലേ? അതെ, ആ സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ല അവന്. ഇല്ല, പുള്ളി അണഞ്ഞു പോയി. വേറെ ഓപ്ഷൻ ഇല്ല, ആ കൂടെ 2-3 ചാനലേ ഉള്ളൂ. അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇഷ്ടം പോലെ ചാനലുണ്ട്. ഇപ്പോഴും ഞാൻ പറയും, നീ വേണേ കണ്ടാ മതി. ആണ് ഇവരിപ്പോ സ്ഥിരം പറയുന്നൊരു സാധനം, ഞങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്. നല്ല സാധനമാണെങ്കിൽ പൈസ കൊടുത്ത് ഒന്ന് കണ്ടോളൂ. കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ കാണത്തില്ല. അല്ലാതെ അതുകൊണ്ട് ഞങ്ങളെടുത്ത ടിക്കറ്റിനല്ലേടാ നീ വണ്ടി പെട്രോൾ അടിച്ച്, ആ സാധനമൊക്കെ പഴയ സാധനം ചീഞ്ഞായിട്ട്. നമ്മള് നല്ലത് കൊടുത്തോണ്ട് നല്ലത് കൊടുത്താൽ അവര് കാണും. ആണ്, അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാന്? ഒരിക്കലും കാണണ്ട. വേറെന്തോ കാണും? എന്ത് എന്റർടൈൻമെന്റ്? അല്ലെ പിന്നെ എന്റർടൈൻമെന്റ് ഉണ്ട്. നേരെ ട്രെയിൻ കയറി പോയിട്ട് ഹിമാലയം എവറസ്റ്റ് കീഴടക്കുക. നല്ല എന്റർടൈൻമെന്റ്, ചെന്ന് കയറി കൊടുക്കും. തുച്ഛമായ വിലയിൽ നല്ല എന്റർടൈൻമെന്റ്, 2.5 മണിക്കൂർ സിനിമ. കൊള്ളാന്നുണ്ടെങ്കിൽ വന്ന് കാണുക, കൊള്ളത്തിലെ കാണാതിരിക്കുക. കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. നിന്റെ 100 രൂപയിലാണ് സിനിമാടന്മാരെ ജീവിക്കുന്നതെന്ന് വിചാരിക്കരുത്. അത്രേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് നല്ല സംഭവം കിട്ടുന്നുണ്ട്, കിട്ടിയ അവര് കാണും. കൊള്ളത്തില്ലേ കാണത്തില്ല. ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ലല്ലോ, ഒന്നും കിട്ടത്തില്ല. എന്റെ 10 സിനിമ പോയേ. ഞാൻ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മളെ മിയർ ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് അഭിനയിച്ചൊരു സിനിമയെ കൊള്ളത്തില്ലായിരുന്നു പറഞ്ഞിട്ട് കുറേ വർഷമായിട്ട് കുറേ സ്ഥലത്ത് ഇത് തന്നെ പറയും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടുന്ന ആളിനെ ഒരാളെങ്കിലും എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനസ്സില്. ഇത് കൊറേ ആയല്ലോടാ, എന്താ ബിഗ് ബോസിന്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നു നിന്റെ അത് പോയത് എന്നുള്ളത്. എനിക്ക് അവനെ ഒന്ന് കാണണം സത്യം പറഞ്ഞ. അല്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരണേ എന്താണ് വിഷയം എന്ന്. ഐ എം വെരി വാം വെൽക്കം ആണ്. ഞാൻ അങ്ങനെ ഈ പറയുന്ന പോലെ വയലന്റ് ആയിട്ടുള്ള വിഷയം വെരി മനുഷ്യർ. ഇപ്പം നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾ എന്നെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഭയങ്കര റഫായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാഷ്വലായി. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ആ മനുഷ്യരെ ഇതിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ എന്നെ വന്ന് കണ്ടിട്ട് എന്തുവായിരുന്നു വിഷയം, ഐ വാണ്ട് ടു മീറ്റ് ഹിം. അപ്പൊ അങ്ങനെ ഇവര് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിലോട്ട് കയറ്റുമോ? പിന്നെ അവന്റെ ചോദിക്കും എന്താ വിഷയം എന്ന് ചോദിക്കാം. മുട്ട പപ്സും ഇതൊക്കെ ചായയൊക്കെ കൊടുക്കാം. നീ എന്തോ നിന്റെ വിഷയം മാറ്റി ചെയ്യണോ ഇനി പോയി?
അത് പറ്റത്തില്ല. കാരണം അവർ കോടിക്കണക്കിന് രൂപയൊക്കെ എടുത്തൊരു സിനിമയാണ്. ഇപ്പം ഞാൻ ചെന്നാൽ അത് അണ്ണാ എന്നെ അത് വേണ്ട കേട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കാരണം ഞാനെന്ന് പറയുന്ന ഐ എം എൻ ആക്ടർ, ഐ എം എ ടൂൾ. അപ്പോൾ ഞാൻ സംവിധായകൻ പറയുന്നത് വെച്ചിട്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ നമ്മൾ ചില സജഷൻസ് പറയും, ഇങ്ങനെയാണെങ്കിൽ ഇല്ല വേണ്ട ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നു. ഇവൻ പറയുന്നത് അത് ഭയങ്കര മോശമായിരിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് അത് എന്തുകൊണ്ടാണ് മോശമെന്ന് റീസൺ ഒന്ന് പറ, എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇവർ അത് ചെയ്യുന്നില്ലെന്ന്. എന്നാൽ വേറെ കുറെ മനുഷ്യര് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പറയുന്ന മനുഷ്യരും ഉണ്ട്. അപ്പൊ ഇവന്റെ മനസ്സിലൊരു ഇതായിരിക്കും, ഇങ്ങനെ പറയുമ്പോ ഇവനൊരു മനോവേദന ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പോലും മനസ്സിലാവാതിരിക്കും ഇവിടെ. മനോവേദന സെയിം സാധനമാണ് ഈ ബിഗ് ബോസിൽ ഈ അനീഷ് എൻ്റെ അടുത്ത് ഭയങ്കര ശബ്ദം നിങ്ങളുടെ നെഞ്ചത്ത് നിറയൊഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ സത്യമാണ് ഞാൻ പറയണത്, എൻ്റെ മനസ്സിനകത്തെന്ന് പറയണേ എനിക്ക് ഒരു ഫീലും വന്നില്ല എന്നേ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഷോടോ ഇവൻ എന്തിനാണ് സത്യമായിട്ടും ഞാൻ ആലോചിക്കാണ്, അല്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ. എൻ്റെ അടുത്ത് ചോദിച്ചു 5 സാധാരണക്കാർ. ഞാൻ വിചാരിക്കും ചേട്ടാ ഇതിപ്പോൾ ഞാനാണോ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്നത്? ഇത് റിക്രൂട്ട് ചെയ്യുന്ന ഏഷ്യാൻ്റെ ബിഗ് ബോസുമാണ് കുന്തം. അപ്പം എൻ്റെ തന്നെ നിങ്ങളിത് പറയണം. ഞാനെന്തിനു പറയണം? പോയാണെന്ന് എനിക്ക് സെറ്റ് വിളിക്കണം. ഞാൻ നേരത്തെ സ്മോക്കിംഗ് റൂമിൽ സെറ്റ് വിളിച്ച് എല്ലാ കൊട്ടേഷനും ഞാൻ എന്തിനെടുക്കണമെന്ന് വള്ളി പിടിച്ച് മതിയായി. വള്ളി പിടിച്ച് മതിയായില്ല, ഞാൻ എന്തിനെടുക്കണം? അതിന്റെ ആവശ്യമില്ല. ഇപ്പം അമാവാസി ഇന്നാണ് എന്ന് പറയും, അല്ലെങ്കിൽ ചിങ്ങം ഇന്ന ദിവസമാണെന്ന് പറയും. നമ്മൾ കലണ്ടർ വരുമ്പോൾ ചിങ്ങം ചിലപ്പോൾ സെപ്റ്റംബർ 12 ആയിരിക്കും. അപ്പം ഞാൻ പറയാണ് സെപ്റ്റംബർ 12 ഓണമാണ് എന്ന്. മറ്റേ മലയാളം മാസമാണ്, കണക്ക് കറങ്ങി വരുമ്പോൾ ചിലപ്പോൾ 14 ചേട്ടാ ഞാൻ ഈ 12 പറഞ്ഞുകൊണ്ട് 14 മാറിപ്പോയി ഞാൻ കുറ്റക്കാരനാണ്. അതിന് ഞാൻ മറുപടി നിങ്ങൾ എന്ത് 14 കൊണ്ട് ഓണം വെച്ച് നീ എൻ്റെ അടുത്ത് എന്തിനാടാ ചോദിക്കുന്നത്? ഇവിടുത്തെ മറ്റേ കലണ്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത് പോയി ചോദിച്ചു ഞാൻ എന്ത് ചെയ്ത് ഇത്രയുള്ള മനസ്സിലായി. ബിഗ് ബോസിൽ 5 കോമണേഴ്സിനെ എടുക്കണം. ഞാൻ എടുക്കണം നന്നായിരിക്കും. അത് അവിടെ ചെന്ന് ചോര് അല്ല ഞാനാര് മടുത്തു ഇതൊക്കെ. അതിന് ഞാൻ എങ്ങനെ മറുപടി പറയും? ഞാനാണോ ഇത് റിക്രൂട്ട് ചെയ്യുന്നത്? ഞാനാണോ ഇവരെ കോളിൻ ചെയ്യുന്നത്? എൻ്റെ അടുത്ത് 5 പേര് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമായിരിക്കും. 12 പേരെ 20 പേരെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 20 പേരെ എടുത്തിട്ട് ചെന്ന് പറ അവരുടെ അടുത്ത് എന്ന് പറയാം. എൻ്റെ അടുത്തല്ലേ. ബെനീജ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ബെനീജ ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ബെനീജയാണ് ഈ ബിഗ് ബോസിന്റെ ബ്രാൻഡ് ഓൺ ചെയ്തിരുന്ന എൻ്റെ മോളിന് ടേക്ക് ഓവർ ചെയ്തത്. അത് ഇന്റർനാഷണൽ ടേക്ക് ഓവർ ആയിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പൊ എൻ്റെ മോൾ ഷൈൻ അല്ല ഇത് ചെയ്തത്, ബെനീജയാണ് ഓണർ. ബെനീജ അടുത്ത് എന്ന് പറയണം ഇനി കോമണേഴ്സിനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നാമത് ബെനീജയുടെ ഹെഡിനെ പോലും എനിക്ക് അറിഞ്ഞൂടാ. ബെനീജയുടെ ഹെഡ് ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഏതെങ്കിലും മറ്റേ ഫ്രഞ്ച് സാഹിബായിരിക്കും. അപ്പം എന്തായാലും സാബു ചേട്ടാ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് 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 ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു. എന്തൊക്കെയൊക്കെ സംസാരിച്ചു. എന്തെല്ലാം വെള്ളിടി എനിക്ക് വരും, എന്തെല്ലാം ഇടുത്തിപ്പോഴും വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. താങ്ക് യു വെരി മച്ച്. വരാനുള്ളത് മുഴുവൻ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. നിങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ല. സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞതിന് മുഴുവൻ സാബു മാത്രമാണ് ഉത്തരവാദി, ഞങ്ങളോ ചാനലോ ഉത്തരവാദിയല്ല. അപ്പൊ എന്തായാലും ചേട്ടാ താങ്ക് യു സോ മച്ച്. സന്തോഷം.